അഴിമതിയും കൊള്ളയും പുറത്തു കൊണ്ടുവന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ കുറ്റവാളിയാക്കി ജയിലിലടച്ചു. ഒടുവിൽ കുറ്റവാളിയല്ല എന്ന് കോടതി വിധിക്കുകയും ഇപ്പോൾ ജീവിതം വഴിമുട്ടുകയും നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കാണ്, ആത്മഹത്യ മുനമ്പിലാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ വള്ളികുന്നം വില്ലേജിൽ ആണ് എൻ്റെ വീട്. നിങ്ങൾ ദയവ് ചെയ്ത് ഞാനൊരു പത്രക്കുറിപ്പ് തന്നിട്ടുണ്ട്. അത് ആദ്യത്തെ പേജെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം, ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. കാരണം ഞാനൊരു സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 25/6/2026 ഒരു പരാതി അയച്ചിരുന്നു. എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിലെ ഒരു മുൻ ജീവനക്കാരനായിരുന്നു. അപ്പം അവിടെ എന്നെ ഒരു കള്ളക്കേസിൽ കുരുക്കി എന്നെ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലും 7 ദിവസം ജയിലിലും അടച്ച് തുടർന്ന് എന്നെ പിരിച്ചുവിട്ട ഒരു സംഭവമാണ്. അതിൽ എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു. ഞാനിവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ 2013 13/9/2013 മുതൽ 2/11/2013 വരെയുള്ള 51 ദിവസം ഒറ്റയാൻ സമരം നടത്തി. അപ്പം ആദ്യം എൻ്റെ കേസ് വള്ളികുന്നം പോലീസ് അന്വേഷിച്ചു, പിന്നെ ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെൻറ്റുകാർ അന്വേഷിച്ചു, പിന്നെ ഞാനിവിടെ സമരത്തിന് വന്നപ്പോഴത്തേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇവരെല്ലാം കള്ള കുറ്റപത്രം കൊടുക്കുകയായിരുന്നു. എന്നെ ആദ്യ കായംകുളം കോടതി 2022 കുറ്റവിമുക്തനാക്കിയതിന് ശേഷം വീണ്ടും അന്നേരം കേരള ബാങ്ക് ആക്കി ഞാൻ തിരിച്ചു കയറാൻ അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് അവർ അത് 299 ദിവസം ഡിലേ ആക്കിയിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലാ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. അപ്പീൽ സ്വീകരിച്ചുകൊണ്ട് അപ്പീൽ കോടതി എന്നെ വെറുതെ വിട്ട് ഉത്തരവ് റദ്ദ് ചെയ്തു 2024. വീണ്ടും കായംകുളം കോടതിയിൽ കേസ് വിസ്തരിക്കുകയും ഞാൻ എൻ്റെ കേസ് സ്വന്തമായിട്ട് ഞാൻ വാദിച്ച് അങ്ങനെ 29/11/2025 ഞങ്ങളെ വീണ്ടും കുറ്റമുക്തരാക്കി. അപ്പോൾ എനിക്കറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്? എന്ത് കുറ്റം ഞാൻ ചെയ്തിട്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ് എന്നെ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച് 7 ദിവസം ജയിലിൽ അടച്ചത്? അപ്പം ഈ കേരള ഹൈക്കോടതിയെയും ഗവൺമെൻറ്റിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കള്ളത്തരങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സസ്പെൻഷൻ അവർ പറയുന്ന ഡേറ്റ് 18/4/2009 എന്നാണ്. അത് തെറ്റാണ്. എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് 18/2/2009 അപ്പോൾ 18/2/2009 എൻ്റെ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ പിരിച്ചുവിടൽ ഉത്തരവ് തന്നിട്ടുണ്ട്. ആ പിരിച്ചുവിടൽ ഉത്തരവിൻ്റെ 4-ാം പേജിൽ 11 പറയുന്നത് എന്നെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനായി കണ്ട് 18/2/2009 പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്തതെന്നും 54/2009 നമ്പർ FIRൽ ഞാൻ പ്രതിയാണെന്നുമാണ്. എന്നാൽ ഈ ബാങ്ക് കൊടുത്തേക്കുന്ന പരാതിയിലോ FIRലോ ഞാൻ പ്രതിയല്ല. അങ്ങനെ പ്രതിയല്ലാത്ത എന്നെ എങ്ങനെയാണ് ഈ 18/2/2009 എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ എൻ്റെ സസ്പെൻഷൻ നടപടി തെറ്റാണ്. അതുകൊണ്ട് തുടർന്നുള്ള നടപടികളും തെറ്റാണ്. ഇപ്പോൾ കേരള ബാങ്ക് ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്ന, രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര അന്വേഷണം നടത്തിയാണ് എന്നെ പുറത്താക്കിയിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണം നടത്തിയാണ്. 2 പ്രാവശ്യം കോടതി കുറ്റവിമുക്തനാക്കി. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര അന്വേഷണത്തിലെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയായിരുന്നെങ്കിൽ എന്നെ ശിക്ഷിക്കുമായിരുന്നില്ലേ? അപ്പം ഈ കള്ളത്തരം പറഞ്ഞ് ഞാൻ M.Com MBA വരെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പം ഞാൻ ബാങ്കിൽ വന്നപ്പോഴാണ് ഒരു മുൻ ജീവനക്കാരിയെ പിരിച്ചുവിട്ടിട്ട്, മുക്കുവണ്ടം പണയം വെച്ച കേസിൽ പിരിച്ചുവിട്ടിട്ട് അവരെ ക്രൂരമായിട്ട് കൊന്നിട്ട് ആ കേസ് ഇന്ന് വരെ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇന്ന് വരെ ആ കേസിൻ്റെ പ്രതികളെ പിടിച്ചിട്ടില്ല. അപ്പോൾ അധാർമികമായിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 19-ാം തീയതി മുഖ്യമന്ത്രി ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ ഞാൻ നേരിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ പരാതി കൊടുത്ത്, ആ പരാതി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 19-ാം തീയതി കൊടുത്തത്. അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതിയായിരുന്നു, വെളിപ്പെടുത്തലുകളെന്ന് പറഞ്ഞ്. ഇത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഞാൻ 24/6/2010 എന്നെ പിരിച്ചുവിട്ടത്.
24/6/2026 ഉള്ളിൽ എനിക്ക് തിരിച്ചു കയറാനുള്ള നടപടി എടുക്കണമെന്നും പറഞ്ഞാണ് ഞാൻ പരാതി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടിയില്ല എങ്കിൽ ഈ വരുന്ന 26/6/2026 മുതൽ 30/6/2026 5 മണി വരെ ഞാൻ അവിടെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒറ്റയാൻ സമരം നടത്തുകയും 5 മണിക്കുള്ളിൽ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ 5:30-ക്കകം ജീവത്യാഗം ചെയ്യുമെന്നുള്ള കാര്യം ജില്ലാ പോലീസ് മേധാവിയെയും മേയറെയും മറ്റുള്ളവരെ എല്ലാവരെയും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ഇടപെടണമെന്നും ഈ കള്ളത്തരങ്ങൾ എഴുതിയ ഈ കേരള ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടണമെന്നുമാണ് എൻ്റെ ആവശ്യം. അതുപോലെ തന്നെ തങ്കമണിയുടെ ഈ ജില്ലാ സഹകരണ ബാങ്കിലെ മുൻ ജീവനക്കാരി തങ്കമണിയുടെ കൊലപാതകം CBI അന്വേഷിക്കണം. ഇതാണ് എൻ്റെ ആവശ്യം. ഇങ്ങനെയുള്ള വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വ്യഗ്രത കാണിക്കുന്ന അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥരെ എന്നേക്കുമായി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാർ തലപ്പത്തുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.